വിഘടിത യാക്കോബായക്കാരുടെ പുതിയ കണ്ടുപിടുത്തം. പരുമല പള്ളിയിൽ ദുഃഖ വെള്ളിയാഴ്ച കുരിശു കുമ്പിടാൻ 5 കുരിശുകൾ വെച്ചുവെന്ന്. എന്താ അങ്ങനെ വെച്ചുകൂടെ? വെച്ചുകൂടാ എന്ന് ഏതെങ്കിലും നിയമപുസ്തകത്തിൽ പറയുന്നുണ്ടോ? കുമ്പിടലിന്റെ തിരക്ക് കുറയ്ക്കാൻ 5ഉം 6ഉം കുരിശുകൾ ചിലപ്പോൾ വെച്ചെന്നിരിക്കും. അതിനെന്താ കുഴപ്പം? കുറ്റം പറയുന്നത് ആരാണെന്ന് കൂടി മനസ്സിലാക്കണം. തട്ടുകടയിലെ പൊട്ടമേശ ത്രോണാസാക്കി 5 മിനിറ്റ് കൊണ്ട് റബ്ബർ തോട്ടത്തിലും തെരുവിലും കുരിശിൻ തൊട്ടിയിലും ഒക്കെ കുർബാന ചൊല്ലുന്ന യാക്കോബായക്കാരാണ്. ഓർത്തഡോക്സ് പള്ളികളിൽ വിശ്വാസികളുടെ എണ്ണം വളരെ കൂടുമ്പോൾ ഒന്നിൽ കൂടുതൽ വൈദികർ കൈമുത്താറില്ല. ഒന്നിൽ കൂടുതൽ വൈദികർ ഹൂസോയോ കൊടുക്കാറില്ലേ? ഒന്നിൽ കൂടുതൽ വൈദികർ വിശുദ്ധ കുർബാന കൊടുക്കാറില്ലേ? ഇതിൽ എന്താണ് ഇത്ര പുതുമ? ഇതൊക്കെ വിഘട വിഭാഗം കൈവശം വെച്ചിരിക്കുന്ന പള്ളികളിലും നടക്കാറുള്ളതല്ലേ? ഊട്ടുപുരയിലെ പന്തിക്ക് പഴം വിളമ്പുന്ന പോലെ വേലയും കൂലിയും ഇല്ലാതെ പള്ളികളില്ലാതെ നടന്ന 100 പേരെ വൈദിക വേഷം കെട്ടിച്ച് നിരത്തി നിർത്തി അതാണ് 101 പറഞ്ഞ വിഘട വിഭാഗമാ പരുമല പള്ളിയിലെ കുരിശിനെ വിമർശിക്കാൻ വന്നേക്കുന്നത്. കഷ്ടം, അല്ലാതെ എന്തു പറയാൻ? വിഘടിത യാക്കോബായക്കാരാ നിങ്ങളല്ലേ തെങ്ങും തോട്ടത്തിലും റബ്ബർ തോട്ടത്തിലുമൊക്കെ 5 മിനിറ്റ് കൊണ്ട് വിശുദ്ധ കുർബാന അർപ്പിച്ച് വിശുദ്ധ കുർബാനയെ അവഹേളിച്ചത്. എന്നിട്ട് പറയുന്നതോ ഉട്ടോപ്യൻ ന്യായങ്ങളും. പിന്നെ സ്ഥാനത്തും അസ്ഥാനത്തുമൊക്കെ നിങ്ങൾ ചോദിക്കുന്നുണ്ട് ആരാ വിഘടന്മാരെന്ന്. ഇനിയും അത് അറിയത്തില്ലെങ്കിൽ കേട്ടോളൂ. 1912 സഭയിൽ കാതോലിക്കേറ്റ് സ്ഥാപിതമായപ്പോൾ വിഘടിച്ചു മാറി നിന്നവർ ആരോ അവരാണ് വിഘടർ. സഭയുടെ ഔദ്യോഗിക മലങ്കര മെത്രാപ്പൊലിത്ത നിലവിൽ ഉള്ളപ്പോൾ സമാന്തര മെത്രാനെ ഇറക്കി ആരോ അവരാണ് വിഘടർ. സഭയുടെ സമ്പത്തിൽ മോഹം പൂണ്ട് വട്ടിപ്പണത്തിന്മേൽ കേസ് കൊടുത്തതാരോ അവരാണ് വിഘടർ. സഭയുടെ 34 ഭരണഘടന അംഗീകരിക്കാതെ മാറി നിൽക്കുന്നവർ ആരോ അവരാണ് വിഘടർ. 1958 യോജിപ്പിന് കാരണമായി അതുവരെയും വിഘടിച്ചു നിന്ന വിമതർ ആരോ അവരാണ് വിഘടർ. 1972 മുതൽ വിഘടിച്ചു മാറി സഭയുടെ പള്ളികൾ കയ്യേറി പള്ളി അപകരണം നടത്തിയവർ ആരോ അവരാണ് വിഘടർ. 1974 സഭയെ അറിയാതെ 2 വ്യാജ മെത്രാന്മാർ പ്രത്യക്ഷപ്പെട്ടപ്പോൾ അവരോടൊപ്പം നിന്നവർ ആരോ അവരാണ് വിഘടർ. 1995 വിധിക്ക് ശേഷം 34 ഭരണഘടന അംഗീകരിക്കുന്നുവെന്ന് കോടതിയിൽ സത്യവാങ്മൂലം കൊടുത്ത 6 മെത്രാന്മാരോടൊപ്പം നിന്നവർ ആരോ അവരാണ് വിഘടർ. 2002 പരുമല അസോസിയേഷനു വേണ്ടി എല്ലാം ചെയ്തിട്ട് സമയത്ത് ബഹിഷ്കരിച്ച് ഓടിയവർ ആരോ അവരാണ് വിഘടർ. 2002 യാക്കോബായ എന്ന പേരിൽ സഭയുണ്ടാക്കിയവർ ആരോ അവരാണ് വിഘടർ. 2004 സമാന്തര കാതോലിക്ക എന്നോണം ശ്രേഷ്ഠനെ നിർമ്മിച്ചവരോടൊപ്പം നിന്നവർ ആരോ അവരാണ് വിഘടർ. 1995 വിധിക്കെതിരെ അപ്പീലുമായി സുപ്രീം കോടതിയിൽ പോയവർ ആരോ അവരാണ് വിഘടർ. 2017 ഉണ്ടായ അന്തിമ വിധി അനുസരിക്കാതെ സഭയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവർ ആരോ അവരാണ് വിഘടർ. സഭാ നിയമങ്ങൾക്ക് വിരുദ്ധമായി പണം വാങ്ങി പട്ടത്വം വിറ്റവർ ആരോ അവരാണ് വിഘടർ. സുപ്രീം കോടതി നിരോധിച്ചിട്ടും ഇപ്പോഴും ഇടവകകളിൽ സമാന്തര ഭരണം നടത്തുന്നവർ ആരോ അവരാണ് വിഘടർ. ഇത്രയും പോരെ തെളിവുകൾ? അതോ ഇനിയും വേണോ? പറഞ്ഞാൽ മതി, സ്റ്റോക്കുണ്ട്, ആവശ്യം വന്നാൽ തരാം.